കൂരിയാട് അപകടം സംഭവിച്ച റോഡിടിഞ്ഞ ഭാഗത്തെ മണ്ണുകളൊക്കെ മാറ്റി തുടങ്ങി. മുകൾ ഭാഗം ടാറിംഗ് വർക്ക് കഴിഞ്ഞ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്ന ആ ഭാഗവും പൊളിച്ച് നീക്കൽ വർക്ക് ആരംഭിച്ചു. കൂരിയാട് അണ്ടർപാസ് അടിഭാഗത്ത് അണ്ടർപാസിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇന്നു മുതൽ കത്തിത്തുടങ്ങും. ആറുവരിപ്പാതയുടെ വർക്കുകൾ പെട്ടെന്ന് പൂർത്തീകരിക്കുന്ന പല ഭാഗത്തുനിന്നായിട്ട് എക്സ്കവേറ്ററുകൾ എത്തിത്തുടങ്ങി. റോഡ് വർക്ക് പൂർത്തീകരിക്കാൻ എത്ര നാൾ, വർക്കുകളെല്ലാം തകൃതിയിൽ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഒരു 3-4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൂരിയാട് എത്തിയിട്ടുണ്ട്. കൂരിയാട് അവിടുത്തെ ആ മണ്ണൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടോ എന്നൊക്കെ ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ സൈഡ് വാൾ ഇടിഞ്ഞ ഭാഗത്തു നിന്നുള്ള ആ 3 ലൈൻ ഭാഗം ഉണ്ടല്ലോ, ആ ഏരിയയിൽ ഇപ്പോൾ എക്സ്കവേറ്റർ അതുപോലെ റോക്കി JCB ഒക്കെ ഉപയോഗിച്ച് ആ ഭാഗത്തു നിന്ന് മണ്ണ് മാറ്റി ടോറസ് ലോറിയിൽ കയറ്റിയിട്ട് വേറെ ഭാഗത്തേക്ക് കൊണ്ടുവന്നുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് ഇവിടുന്ന് കാണാം. ഇപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ എക്സ്കവേറ്റർ റോക്കി അതുപോലെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് അവിടുത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റി ടോറസ് ലോറിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വണ്ടി ഒക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സൈഡിലെ 3 ലൈനിൻ്റെ അടിഭാഗം വരെയുള്ള മണ്ണ് മാറ്റുന്ന വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അത് ഉറച്ചവിടെ നിൽക്കുന്നുണ്ട്. ആ ബ്ലോക്കൊക്കെ അന്ന് സംഭവിച്ച അതേ ഇതിലാണ് നിൽക്കുന്നത്. നമുക്ക് കാണാം. ഈ പാടത്ത് വയലിൽ കണ്ടില്ലേ, അന്ന് ആ ഉയർന്നു നിൽക്കുന്നത് വിടവ് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നല്ലാതെ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇനി ആ ഭാഗത്ത് JCB എക്സ്കവേറ്റർ റോക്കി എക്സ്കവേറ്ററൊക്കെ ഉപയോഗിച്ചുള്ള മണ്ണ് മാറ്റുന്ന വർക്കുകൾ തകൃതിയായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ പാലമാണോ, ഇനി അടിഭാഗത്ത് ഫൗണ്ടേഷൻ പൈലിംഗ് ഉപയോഗിച്ചുള്ള പില്ലറുകളൊക്കെ ഉപയോഗിച്ചുള്ള വർക്കാണോ, അല്ലെങ്കിൽ വയഡക്റ്റ് നമ്മൾ എഡ്രിക്കോഡ് കണ്ടതുപോലുള്ള പാലച്ചിറമാട് ഓവർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വയലിലെ ആ സെൻട്രൽ ഭാഗത്തുള്ള തോടിന് കുറവ് വരുന്ന പാലം വരെയുള്ള വർക്കുകൾ. അതുപോലെ ഇവിടുന്ന് ഈ കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടുന്ന് ഈ വയലിൽ സെൻട്രൽ ഭാഗത്ത് കാണാൻ നിങ്ങൾക്ക് ഓഗ് കണ്ടില്ലേ, ആ അണ്ടർപാസ് വരെയുള്ള അത് തോടിന് കുറവ് വരുന്ന പാലം വരെയുള്ള ഭാഗം ഉള്ള ഒരു വയഡക്റ്റ് പാലമാണോ ഇവിടെ പണി എന്നുള്ളത് അത് മാത്രമാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. ഏതായാലും നോക്കുക, അതിൻ്റെ വർക്കുകൾ അവിടെ തകൃതിയായി നടക്കുകയാണ്. ജസ്റ്റ് ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് പോയി നിങ്ങളെ കാണിക്കാം. ഓക്കെ, പാക്കടപ്പുറമായി പോകുന്ന ഈ റോഡിൻ്റെ ഭാഗത്തു നിന്നാണ് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കുറച്ചുകൂടി വേക്ക് നിർത്തപ്പോൾ നമ്മൾ വളരെ ഒന്ന് ഐറ്റ് തന്നെ അവിടെ വർക്ക് നടക്കുന്നത് നേരത്തെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് കണ്ടില്ല നിങ്ങൾ. അപ്പം അതിൻ്റെ മുകളിലേക്ക് പോവുക. ഇവിടെ നിന്നായിരുന്നു നമ്മൾ വീഡിയോ കറക്റ്റ് സർവീസ് റോഡിൻ്റെ ആ ഏരിയയിൽ നിന്നുള്ള ആ ഇടിഞ്ഞ ഭാഗം കാണിച്ചത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒന്ന് സൂം ചെയ്തുകൂടി കാണിക്കാം. എന്നിട്ട് അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് ലൈറ്റ് വർക്കുകളൊക്കെ തുടങ്ങി, ലൈറ്റിൻ്റെ ഫിറ്റിംഗ് വർക്കും തുടങ്ങിയിട്ടുണ്ട്, അതും കാണാം. അപ്പോൾ ഇന്നലത്തെക്കാട്ടിലും നമ്മളിപ്പോൾ തുടക്കത്തിൽ വന്ന അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ നല്ല സേഫ്റ്റിയിലാട്ടോ. ആളുകൾക്ക് അങ്ങോട്ട് കടന്നു പോകാനുള്ള അനുമതി ഇല്ല, തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു ഡിവൈഡറൊക്കെ ചിരിച്ച് ആളുകൾ അത് പോയി കടന്ന് അപകടം സംഭവിച്ച ആ ഭാഗത്തേക്ക് പോയിരുന്നു. ഇപ്പോൾ നമുക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ സർവീസ് വാങ്ങാട്ടോ അവിടെ സൈഡ് വാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊരു മഴ പെയ്തിട്ടും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റി തന്നെയാണ്, പിന്നീടൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ നമുക്ക് കാണാം. അന്ന് നമ്മൾ അതിൻ്റെ അടുത്ത് നിങ്ങളെ കാണിച്ച ആ ഒരു ഏരിയ ഇവിടെ നിന്ന് സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുകയാണ് ഇതിൻ്റെ മുകളിൽ, നമ്മൾ കണ്ടല്ലോ ആ ഏരിയയിൽ നിന്ന്. അപ്പോൾ ഇനി ആ JCB ഉപയോഗിച്ച മണ്ണൊക്കെ മാറ്റി ഇത് കംപ്ലീറ്റ് ഈ കാണുന്ന 10-80ഓളം കാണുന്ന ഈ ബ്ലോക്ക് കംപ്ലീറ്റ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി അടിഭാഗത്തു നിന്ന് പാലത്തിൻ്റെ പണിയായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഏതായാലും മുകൾ ഭാഗത്തു നിന്നുള്ള ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, അണ്ടർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ ഇവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് അവിടെ ലൈറ്റ് അണ്ടർപാസിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഞാൻ അണ്ടർപാസിൻ്റെ ആ ഒരു ഏരിയയും കാണിച്ചിട്ട് നമുക്ക് മുകളിൽ നിന്ന് കറക്റ്റ് കാണാൻ പറ്റും. അവിടെ നമുക്ക് അനുമതി ഉണ്ടോ എന്ന് അറിയില്ല, പോയോക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ, ഇപ്പോൾ അണ്ടർപാസ് വഴി ഈ പനമ്പുയ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ വേങ്ങരക്ക് ഇത് വഴിയാണ് കടന്നു പോകുന്നത്. മറ്റേ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കക്കാട്, ചമ്മാട് അങ്ങനെ കോഴിക്കോട് ഭാഗത്തേക്കാണ് കടന്നു പോകുന്നത്. അതുപോലെ ഈ മണ്ണ് താഴ്ന്ന നേരെ ഓപ്പോസിറ്റ് ടാറിംഗ് വർക്ക് കഴിഞ്ഞതായിരുന്നല്ലോ, ആ ഒരു ഏരിയയിലെ സർവീസോട് യാതൊരു കുഴപ്പമില്ലല്ലോ. അത് ആ ഏരിയയിലൂടെ വാഹനങ്ങൾ താൽക്കാലികമായി കടന്നു പോകുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്കിതിന് മുകളിൽ നിന്ന് കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി ഇതിനുള്ള കണക്ഷൻ ചെയ്യണം. അപ്പോൾ അന്ന് രാത്രി മുതൽ ഇത് പ്രകാശിക്കും. അപ്പോൾ ദേശീയപാതയുടെ ഈ ഏരിയയിൽ ലൈറ്റ് ഇല്ലാത്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ഉടൻ പരിഹരിച്ചിട്ടുണ്ട്. ഇനി അത് ലൈറ്റ് ഇന്ന് രാത്രിയോടെ കത്തി തുടങ്ങും. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഓടിക്കുന്നവരും ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാവും. അങ്ങനെ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതിൻ്റെ മുകളിൽ എത്തിയപ്പോൾ ഇവിടെ എക്സ്കവേറ്റർ റോക്കി അതുപോലെ എക്സ്കവേറ്ററൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് കിട്ടാം. കാരണം ഇതുവഴി ഇത്രയും മണ്ണ് ഇവിടുന്ന് മാറ്റണമെങ്കിൽ ഒരുപാട് വാഹനമാണ്. അപ്പം തന്നെ നമ്മൾ ആ ഭാഗത്ത് 3 എണ്ണം അവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ 2, 5 അങ്ങനെ 5 പെട്ടെന്ന് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എക്സ്കവേറ്റർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റാച്ച് കണ്ടില്ലേ,
അപ്പോൾ ഇത് ലോറിയിൽ നിന്നും എക്സ്കവേറ്റർ ഹിറ്റാച്ച് ഇതാ ഇറങ്ങുന്നു. ആ കൊട്ട നിലത്ത് അമർത്തി അത് വളരെ സിമ്പിളായിട്ട് അവർ ഇറക്കും. കണ്ടോളി. കണ്ടെയ്നർ ലോറിൻ്റെ സെൻറ്റർ പൊന്തിക്കണം. അങ്ങനെ പല ഭാഗത്തു നിന്നായിട്ടുള്ള ഓരോ കണ്ടെയ്നർ ലോറിയിലൂടെ ഹിറ്റാച്ച്, എക്സ്കവേറ്റർ, റോക്കി എക്സ്കവേറ്റർ, അതുപോലെ JCB, കമ്പാക്ടർ, അങ്ങനെ റോഡ് റോളർ, അങ്ങനെയുള്ള കെറേഡർ, അങ്ങനെയുള്ള ഒരുപാട് മിഷനറീസുകളും ഓരോ ഭാഗത്തു നിന്നും ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ ആ ഏരിയയിലുണ്ടല്ലേ അവിടെ ആ സൈഡിൽ നിന്ന് സൈഡ് വാളിൻ്റെ ആ ബാരിയറൊക്കെ പൊട്ടിച്ചിട്ട് താഴേക്ക് നമ്മളെ സർവീസർ വീണെടുക്കണത്. അപ്പം ഈ ഒരു ഏരിയയിൽ 2 വാഹനങ്ങൾ അങ്ങോട്ട് പോകുന്ന രീതിയിലാക്കുമോ, അല്ലെങ്കിൽ ഒരു വാഹനങ്ങൾ പോകുന്ന വലിയ സർവീസ് റോഡ് ആദ്യത്തെ മാതിരി അതന്നെ ഒന്നും കൂടി ക്ലിയർ ചെയ്യുമോ എന്നുള്ളതാണ്. ഒരു പക്ഷേ 2 വാഹനങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന രീതിയിലാക്കാനുള്ള പരിപാടികളാണ് കാണുന്നത്. ഇവിടെ നമ്മൾ എക്സ്കവേറ്റർ കാണാം, വീണ്ടും വീതി കൂട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. എത്രത്തോളം അതിൻ്റെ പണികളൊക്കെ ഇനി അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ അത് കറക്റ്റ് കാണാൻ പറ്റും. 2 വാഹനങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന രീതിയിൽ, അതിൽ ആദ്യത്തെ പോലെ സർവീസ് റോഡിന് ഒരു വാഹനം പോകുന്ന രീതിയിലാണെന്നുള്ളത്. അപ്പോൾ ഓക്കെ, അവിടെ എക്സ്കവേറ്റർ, റോക്കി എക്സ്കവേറ്ററൊക്കെ എത്തിക്കഴിഞ്ഞിട്ടൊക്കെ ഓരോ ഭാഗത്തുനിന്നും വർക്കുകൾ ഇവിടെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മിഷനറീസുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിലെത്തി. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ റോഡ് ഇടിഞ്ഞു പോയ ഭാഗം. അപ്പോൾ ആ ഭാഗത്ത് മണ്ണൊക്കെ എടുത്ത് മാറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലെയിനിൽ 3 ലെയിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ ആയിരുന്നു. ഇവിടുന്ന് കൂരിയാട് ഇവിടുന്ന് തൊട്ട് കുളപ്പുറം വരെയുള്ള. അപ്പോൾ ഇതൊക്കെ പൊളിച്ചെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത ബാരിയറിൻ്റെ ക്രാഷ് ബാരിയറൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ മെറ്റൽ കാണാം, ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതൊക്കെ പൊളിച്ച് മാറ്റി ഇരുവശത്തും ഈ പറഞ്ഞതുപോലെ ഈ അണ്ടർപാസിൻ്റെ അവിടെ താഴ്ചയിൽ മണ്ണെടുത്ത് ഈ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയതിനു ശേഷം ഒരു പക്ഷേ പാലമായിരിക്കും എന്നാണ് എല്ലാവരും അഭിപ്രായങ്ങളും. നമുക്ക് നോക്കാം എന്താണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിന് മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, എവിടെയൊക്കെ ടാറും കഴിഞ്ഞ ഏരിയ കേട്ടോ. അവിടെ സൈഡ് ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു. ക്രാഷ് ബാരിയർ കംപ്ലീറ്റ് അവിടെ നിന്ന് പൊളിച്ച് മാറ്റുകയാണ്. അപ്പോൾ ആ ഏരിയയിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാം അവിടെ ക്രാഷ് ബാരിയറിൻ്റെ കമ്പിയൊക്കെ എടുത്ത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നേരെ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ അപകടം സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ മണ്ണെടുത്ത് മാറ്റുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ നമ്മൾ പാടത്തുനിന്ന് ആ പാലത്തിൻ്റെപ്പുറമായ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ കാണിച്ചിരുന്നു. ഇതിൻ്റെ മുകളിൽ എക്സ്കവേറ്ററൊക്കെ ഉപയോഗിച്ചുള്ള വർക്കുകൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പാറ ഈ സൈഡ് ക്രാഷ് ബാരിയർ എടുക്കുന്ന വർക്കുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇനി ഇതൊക്കെ എടുത്ത് മാറ്റാണ്ട് അപ്പോൾ ആ തലക്കുന്ന അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ താൽക്കാലികമായിട്ട് ഇനി വാഹനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇടത് ഭാഗത്ത്, അതായത് ആദ്യത്തെ സർവീസ് റോഡ് ആ ഭാഗം ഒന്ന് വീതി കൂട്ടുകയാണ്. അത് വീതി കൂട്ടി താൽക്കാലികമായി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്ന രീതിയിലാക്കാനുള്ള പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സർവീസ് റോഡ് നമുക്ക് കാണാം. ആ സർവീസ് റോഡിൻ്റെ ഭാഗം കണ്ടില്ലേ. അപ്പോൾ ഇനി ആ ഭാഗത്ത് വീതി കൂട്ടിയിട്ട് കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് കണ്ട് കൂരിയാട് നമുക്ക് ഇവിടുന്ന് കാണാം. സൂമിൽ കാണിച്ചു തരാം. ആ കാണുന്ന കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്നുള്ള ഈ ഒരു സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്ന രീതിയിലുള്ള പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സ്കവേറ്റർ വെച്ച് ആ ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ അടുത്തെത്തി. നമ്മൾ അവിടെ നിന്നിട്ട് ഇതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ബാരിയർ വീണ്ടും ആ കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ വരെ എത്തിയിട്ടോ. കട്ട് ചെയ്ത് ആ കമ്പിയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കണ ആ വർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. താഴ്ന്ന ഭാഗമാണിത്. അപ്പോൾ ആ ഇരുന്ന് മണ്ണ് കൊണ്ടുപോകുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഏരിയയാണ് കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ
ആദ്യം ഈ ഇവിടെ റോഡ് വർക്ക് കഴിഞ്ഞ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പോയി കടന്നു പോയിരുന്നു. പിന്നീട് റോഡ് പൊളിഞ്ഞപ്പോൾ വീണ്ടും ഈ ഭാഗത്തിന് വർക്ക് തുടങ്ങണമല്ലോ. അപ്പോൾ അതൊക്കെ പൊളിച്ച് മാറ്റി മൊത്തത്തിൽ ആ കാണുന്നത് അവിടെ JCB ആണ്. ഞങ്ങൾ ആ എക്സ്കവേറ്ററിൻ്റെ അവിടെ നിന്നിട്ട് ഈ ഒരു ഏരിയ വരെ താഴ്ചയിലെടുത്ത് മണ്ണും ബ്ലോക്കും ബെറ്റിൽ പതിച്ചത് മൊത്തത്തിൽ മാറ്റി അടിഭാഗത്തുനിന്ന് പാലത്തിൻ്റെ വർക്കാണോ വീണ്ടും ഫൗണ്ടേഷൻ ബലപ്പെടുത്തി വീണ്ടും ബ്ലോക്കിലോ അല്ലെങ്കിൽ ഒന്നുകൂടി സേഫ്റ്റിയിൽ ഉയർത്തിയുള്ള വർക്കുകളാണോ എന്നുള്ളത് നമുക്ക് അറിയാനുള്ളത്. അവരോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ അതിനുള്ള വ്യക്തത കിട്ടിയില്ല. ഏതായാലും ഏറെ പാലം വരാനാണ് സാധ്യത. അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രാഷ് ബാരിയറുള്ള കമ്പികളൊക്കെയാണ് അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ പലരും നമ്മൾ ചോദിച്ചിരുന്നു കൂരിയാട് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടോ, വാഹനങ്ങൾ ഇനി കടന്നു പോകാനുള്ള പരിഹാരങ്ങൾ വന്നിട്ടുണ്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. ഇവിടെ സർവീസ് റോഡിൻ്റെ ആ ഒരു ഏരിയ ഈ ഭാഗം വീതി കൂട്ടിയിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലേക്കാകുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ ഒന്നും നടക്കില്ല. അതിൻ്റെ പണികൾ പൂർത്തീകരിക്കണമെങ്കിൽ സമയം ഒരുപാട് എടുക്കുമല്ലോ. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടോ. അപ്പോൾ കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുളപ്പുറം ഭാഗത്തേക്കുള്ള ആദ്യത്തെ റോഡ് താഴ്ന്ന ഈ ഒരു ഭാഗം മുതൽ ഈ പുതിയ ടാറിങ് കഴിഞ്ഞ ഈ ഏരിയയൊക്കെ കട്ട് ചെയ്ത് മെറ്റൽ കാണാം. കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇതൊക്കെ മാറ്റി മൊത്തത്തിലുള്ള അടി തൊട്ടുള്ള അയച്ചു പണി, അടിഭാഗമൊക്കെ ക്ലിയർ ചെയ്ത അയച്ചു പണികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോയാണ് ഞങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വർക്ക് നടക്കുമ്പോഴുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.